ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റുജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്ര കട്ടി കിട്ടാറില്ല. 1-2 ടിപ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഇതേമാതിരി തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പുളിവെള്ളം എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പുളി പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ വെച്ച് നന്നായിട്ട് ഇത് കട്ടയൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തരിപ്പയിൽ കൂടി അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇത് നന്നായി ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 15 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോഴിത് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളി അല്ലിയും 3 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, ഒരു 3/4 ഭാഗമൊക്കെ ഇട്ട് കൊടുത്ത് ബാക്കി ഭാഗം അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരയണ്ട കേട്ടോ. ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 2 നുള്ള് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ടീസ്പൂണാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. മസാല ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കാം. നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തിളയ്ക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ആവോലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വലിയ മീനാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. പല മീനുകളും പല വേവാണ്. ചെറിയ മീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കണം. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ടാണ് ഒരു 7-8 മിനിറ്റ് വേവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞു. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുക്കാം.
ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള മീൻകറി തയ്യാറാക്കുമ്പോൾ എല്ലാതും കഴിഞ്ഞ് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ മീനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുന്നതാണ്. ഈ മീൻകറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.